പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നോക്കുകുത്തികൾ എന്ന കഥ കേൾക്കൂ. അയ്യോ, പെട്ടെന്ന് കണ്ടപ്പോൾ ഒരാളവിടെ നിൽക്കുകയാണെന്ന് തോന്നി. നോക്കുകുത്തിയായിരുന്നു അല്ലേ? ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെയുണ്ട്. ഇരുട്ടത്ത് കണ്ടാൽ പേടിച്ചു പോകും. പാടത്ത് കുത്തിവച്ചിരിക്കുന്ന നോക്കുകുത്തി കണ്ടപ്പോൾ ലല്ലുവിന് ആദ്യം ഭയവും പിന്നീട് കൗതുകവും തോന്നി. അവൻ പലപ്പോഴും പാടത്ത് പോയി നോക്കുകുത്തിയെ കൗതുകത്തോടെ നോക്കാറുണ്ട്. ഷർട്ടുണ്ട്, പാൻറ്റുണ്ട്, തൊപ്പിയുണ്ട്, ഒത്തിരി നീണ്ട മുടിയുമുണ്ട്. ഒന്നു വലം വച്ചു നോക്കി നിന്നാൽ മാനുഷരൂപമീ നോക്കുകുത്തി എന്ന് പാടിക്കൊണ്ട് അവൻ മാറി നിന്ന് നോക്കുകുത്തിയെ നിരീക്ഷിക്കും. വിള തന്നാൻ വരുന്ന പക്ഷികൾ ആദ്യം ഭയത്തോടെ നോക്കിയിരുന്ന നോക്കുകുത്തി അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കിയതോടെ അവ നോക്കുകുത്തിയുടെ തലയിലും കയ്യിലും ദേഹത്തും കയറിയിരിക്കാൻ തുടങ്ങി. ആ കാഴ്ച ലല്ലുവിനെ ആശ്ചര്യപ്പെടുത്തി. അവനതിൽ വല്ലാത്ത കൗതുകവും തോന്നി. അടുത്ത ദിവസം പഴയ ഒരു പാൻറ്റും കീറിപ്പറഞ്ഞ ഷർട്ടും ധരിച്ച് തലയിലൊരു കലം കമിഴ്ത്തി അവൻ നോക്കുകുത്തിക്ക് കുറച്ചു മാറി അനങ്ങാതെ നിന്നു. നോക്കുകുത്തിയാണെന്ന് ധരിച്ച് തൻ്റെ ദേഹത്ത് പക്ഷികൾ വന്നിരിക്കുമെന്നവൻ കരുതി. നേരം കടന്നുപോയി. പറന്നു വരുന്ന പക്ഷികളിൽ ഒരെണ്ണം പോലും ലല്ലുവിൻ്റെ അടുത്തേക്ക് വന്നില്ല. അവൻ നിന്ന് വിഷമിച്ചു. സ്കൂളിൽ പോകുന്ന കുട്ടികൾ പാടവരമ്പത്തുകൂടെ നടന്നു വരികയായിരുന്നു. പുതിയ നോക്കുകുത്തി കണ്ട് അവർക്ക് കൗതുകമായി. ഹായ്, കൊള്ളാം, നല്ല നോക്കുകുത്തി. അവരിലൊരാൾ പിന്നിലൂടെ വന്ന് നോക്കുകുത്തിയെ തൊട്ടു തലോടി. അപ്രതീക്ഷിതമായ സ്പർശനം ലല്ലുവിനെ ഞെട്ടിച്ചു. അവൻ അലറിക്കൊണ്ടൊരു ചാട്ടം ചാടി നേരെ മൂക്കും കുത്തി പാടത്തേക്ക് വീണു. കുട്ടികൾ ഭയന്നോടി. നോക്കുകുത്തിയുടെ തലയിലുണ്ടായിരുന്ന കലം പൊട്ടി ദേഹമാകെ ചെളിയായി. ചെളി കഴുകിക്കളയാനായി ലല്ലു എഴുന്നേറ്റ് സാവധാനം നടന്നു. അപ്പോഴും യഥാർത്ഥ നോക്കുകുത്തിയിൽ കിളികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു.